കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും യാത്ര ആരംഭിച്ചു. വിവിധ ഇടങ്ങളിൽ നിന്നും 970 യാത്രക്കാരാണ് ആദ്യ യാത്രയുടെ ഭാഗമാകുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 200 ട്രെയിൻ സർവീസുകളാണ് ഉള്ളത്. അതിൽ 24 ട്രെയിൻ സർവീസുകൾ കേരളത്തിൽ നിന്നുമാണ്. കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ആസ്ഥ സ്പെഷ്യൽ ട്രെയിനിന്റെ ചൂളംവിളി ആരംഭിച്ചു. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു യാത്രയുടെ തുടക്കം. മണിക്കൂറുകൾക്ക് മുൻപേ എത്തിയ യാത്രക്കാർക്ക് പ്രത്യേക സ്വീകരണം റെയിൽവേ ഒരുക്കിയിരുന്നു. പിന്നീട് യാത്രാ ടിക്കറ്റുകളും രേഖകളും പരിശോധിച്ച ശേഷമായിരുന്നു പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിപ്പിച്ചത്. യാത്രക്കാരുടെ ദേഹപരിശോധന അടക്കമുള്ള പ്രത്യേക സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഇവരെ ട്രെയിനിനകത്തേക്ക് കടത്തിയത്. ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഭാര്യയും ക്രിസ്ത്യാനികളാണ്. പക്ഷെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അയോധ്യയിൽ പോകണമെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു യാത്ര കിട്ടി. എനിക്കവിടെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 12-ാം തീയതി പുലർച്ചയോടുകൂടി തന്നെ ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ അയോധ്യയിൽ എത്തിച്ചേരും. ഇവിടെ ഒരു ദിവസം ഉണ്ടാകുന്ന ട്രെയിൻ പിന്നീട് 13-ാം തീയതി ആയിരിക്കും യാത്രക്കാരുമായി തിരിച്ചു പുറപ്പെടുക. 20 സ്ലീപ്പർ കോച്ചുകളിലായി 972 യാത്രക്കാരാണ് ആദ്യ ആസ്ഥ ട്രെയിനിൽ അയോധ്യ യാത്രയുടെ ഭാഗമാകുന്നത്. 3300 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. മുൻ റെയിൽവേ മന്ത്രി ഒ രാജഗോപാൽ, BJP പ്രതിനിധികൾ തുടങ്ങിയവർ യാത്രയാക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഈ അയോധ്യ പ്രശ്നം വളരെ സജീവമാവുകയും അവിടെ പോകാനുള്ള താല്പര്യം ജനങ്ങളിൽ പൊതുവെ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളീയരായിട്ടുള്ള ആൾക്കാർക്കും അതിനുവേണ്ടി പോയി കാണാനുള്ള ഒരു സൗകര്യം വേണമെന്നുള്ള നിലയ്ക്കായിരിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ നിർമ്മാണോദ്ഘാടനത്തിന് പിന്നാലെ ദിവസങ്ങൾക്കകം അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് നടത്താനായതിൽ വലിയ പ്രതീക്ഷ സംസ്ഥാന BJP നേതൃത്വത്തിനുണ്ട്. കേരളത്തിൽ നിന്ന് നീണ്ട ട്രെയിൻ പാത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനാണ് നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.